ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ പർദീസ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പർദീസയാണിത്. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. നമ്മുടെ നെയ്ച്ചോറിനോടൊപ്പവും ഏതുതരം പലഹാരത്തിനോടൊപ്പവും കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പർദീസ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഫോർക്ക് വെച്ചോ പപ്പടം കുത്തിയോ വെച്ചോ ഒന്ന് നന്നായിട്ട് ഒന്ന് ഹോളിട്ടെടുക്കണം. ഇതിൻ്റെ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഇത് ഉള്ളിലേക്ക് അതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഫോർക്ക് വെച്ച് ഒന്ന് ആഴത്തിൽ കുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ മാംസമുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ആഴത്തിൽ കുത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ മറു സൈഡും കാലും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഹോളിട്ടെടുക്കാം. അപ്പോൾ അതാ മൊത്തം ഞാൻ ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ ഒരു ക്യാപ്സിക്കവും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അങ്ങനെ 1.5 ക്യാപ്സിക്കം നമുക്ക് ചെറുതായിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും കൂടി അത് സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മല്ലിയില, ഒരു രമ്പയില, പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാദാ മുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ എരിവുള്ള മുളക് പൊടിയാണ്. അങ്ങനെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ മന്തി മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചി അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാം. സുർക്ക അല്ലെങ്കിൽ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തൈരും വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സുർക്കയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്തായാലും ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഞെരടി ഒന്ന് എടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കുന്നതിന് മുമ്പായിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഞെരടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹോളിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഈ മസാല അതിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല എത്തണം. അത് കണക്ക് നമുക്ക് അതിലേക്ക് ഉള്ളിലൊക്കെ നന്നായിട്ട് കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ മൊത്തം ഞാൻ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതോടുകൂടി തന്നെ നമുക്ക് ഒരു 3-4 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നേരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ വെളിയിൽ വെച്ചാലും മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതുകൂടി നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ എന്താ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്നും ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മാരിനേറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു നൂല് വെച്ച് 2 കാലും കൂടി ഒന്ന് ചേർത്ത് കെട്ടിയിട്ടുമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഇത്തിരി സൈസുള്ളതാണേ. സാധാരണ നമ്മൾ എടുക്കാറുള്ളത് 1 കിലോയ്ക്കകത്തുള്ള ചിക്കനാണ്. എനിക്കിതിപ്പോൾ 1.5 കിലോ ഉള്ള ചിക്കനാണ് കിട്ടിയത്. അതുകൊണ്ട് ഒന്ന് പെട്ടെന്നൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊരു 2 വിസിൽ കേൾക്കി ഒന്ന് വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വേവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് കമഴ്ത്തിയിട്ട് കൊടുത്തിട്ട് ഒരു 2 വിസിൽ കേൾക്കി ഒന്ന് വേവിച്ചെടുക്കാം. ആ മസാലയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ചുറ്റിനും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ വെച്ച ചിക്കൻ 2 വിസിൽ കേട്ടിട്ടുണ്ട് കേട്ടോ. ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നോക്കി, ഏകദേശം നമ്മുടെ ചിക്കൻ ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അടിയിലൊന്നും കരിഞ്ഞു പിടിച്ചിട്ടില്ല. അതിൽ നിന്നുള്ള നെയ്യും വെള്ളവും ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് നമ്മുടെ പാനിലുള്ള മസാലക്കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഈ മസാലക്കൂട്ടിലേക്ക് നമുക്ക് വേവിച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുപ്പിൽ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദാ തുറക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ദേഹത്തൊക്കെ തെറിക്കും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി വീണ്ടും 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഈ ഗ്രേവിയൊക്കെ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മേലായിട്ട് കോരി ഒഴിച്ച് കൊടുക്കുക. വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് 10 മിനിറ്റ് വരെ നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുറച്ചും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഗ്രേവിയൊക്കെ കുറച്ച് ഇതുപോലെ ഒന്ന് കോരി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഗ്രേവി മൊത്തം ഞാൻ ഇതുപോലെ കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരപ്പ് പിടിക്കും ഇതുപോലെ ചെയ്താൽ. ഇനി വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, മറുപുറം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 25 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുവിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കേണ്ടതുണ്ട്.
അപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ ഞാൻ ഇതാ മൊത്തത്തിൽ ഇതിലേക്ക് ഇതിൻ്റെ മീതെയായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുറച്ച് കാഷ്യൂനട്ട് അരച്ചതാണേ. അത് ഒരു 2 പിടി കാഷ്യൂനട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ്. ആ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലായിട്ട് വീണ്ടും ഒന്ന് ഗ്രേവിയൊക്കെ ഒന്നാക്കി കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടാനാണ് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ദാ വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്നും കൂടി ഒന്ന് ഇതിൻ്റെ മേലായിട്ട് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പർദീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പർദീസയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പർദീസയാണ്. ഞാനൊന്ന് ഇത് പിച്ചി കാണിച്ചു തരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ പർദീസ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം.